ധനുഷേട്ടാ, ഒരു 2-3 ദിവസങ്ങൾ മുൻപായിരുന്നു ഇടുക്കി കുമളിയിൽ ഇസ്രയേലി സ്വദേശികൾ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഈ കാശ്മീരി സ്വദേശികളായിരുന്നു. എന്തായാലും ഇസ്രയേലി സ്വദേശികളെ അപമാനിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. അത് പോട്ടേന്ന് കരുതാം. ഇപ്പോൾ കുമളിയിൽ നിന്നും ഇന്ന് തിരുവനന്തപുരത്ത് അതിന് സമാനമായ മറ്റൊരു സംഭവം വീണ്ടും അരങ്ങേറിയിരിക്കുകയാണ്. ശരി. ആറ്റുകാൽ അറിയാലോ, നഗരഹൃദയത്തിന് സമീപമാണ് ആറ്റുകാൽ. ആറ്റുകാലിൽ ഈ മദ്രസ വിദ്യാർത്ഥികൾ അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു ഭാരതാംബയുടെ ഫ്ലെക്സ് ബോർഡുകൾ ഇരുട്ടിന്റെ മറവിൽ കീറിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി തന്നെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള കാരണം എന്താണ്? ഇത് തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നുണ്ടല്ലോ. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് വളരെ ഉചിതമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇപ്പോൾ ആറ്റുകാലിൽ നിന്ന് ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഭയപ്പെടുത്തുന്നതും കൂടെയാണ്. മനസ്സിലായില്ലേ? അതായത് ഭാരതാംബയുടെ ഒരു ചിത്രം, ആ ചിത്രം കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ പഠിച്ചതിന് എന്തെങ്കിലും വിരുദ്ധമായിട്ടാണോ ആ ചിത്രത്തിലുള്ളതെന്ന് നമുക്കറിയില്ല. മനസ്സിലായില്ലേ? ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ, ഈ നമുക്കറിയാമല്ലോ ചില സ്കൂളുകളിൽ ചില വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മതത്തിലുള്ള വിദ്യാർത്ഥികൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ ഇവർ മാത്രം വിളിക്കാറില്ല. ഇവർ സൈലന്റ് ആവും. വന്ദേ മാതരം പാടുമ്പോൾ ഇവർ എഴുന്നേൽക്കാറില്ല. ബാക്കിയുള്ളവരെല്ലാം ഭക്തിയാദരവോടുകൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവർ എഴുന്നേൽക്കാറില്ല. അതായത് നമ്മുടെ രാജ്യത്ത് തുടരുന്ന പല നിയമങ്ങളും നമ്മളെ രാജ്യത്തെ നമ്മൾ കാണുന്ന ആ ഒരു സമീപനത്തിലും അവരതിനെ കാണുന്നില്ല എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ഇവരോട് എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവർ പറയും ഇടനെഞ്ചിലാണ് ഭാരതം, മറ്റതാണ് മറിച്ചതാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു, സ്വാതന്ത്ര്യം വാങ്ങിയത് എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചു കളയും. എപ്പോഴാണ് രക്തം ചീന്തിയെന്നൊന്നും സത്യം പറഞ്ഞ് എനിക്കറിഞ്ഞു. രക്തം ചീന്തിയിട്ടുണ്ടെങ്കിൽ ചീന്തിയവരെല്ലാം പാകിസ്ഥാൻ മുറിച്ചു മാറ്റിയിട്ട് അത് വഖഫ് ബോർഡ് ആക്കി അങ്ങോട്ട് പോയിട്ടുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ വളരെ വലിയൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് അവര് വെട്ടിമുറിച്ച് രണ്ടാക്കി ഞങ്ങൾ ഇനി അവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ പോയ ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ ആഘോഷിക്കുന്നുണ്ടല്ലോ. അതെ. അവിടെ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം അവർ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവുന്നത് ആറ്റുകാലിൽ ഫ്ലക്സ് ബോർഡിൽ ഭാരതാംബയുടെ ചിത്രം, ആ ചിത്രം കണ്ട ചില സുന്നി മതപഠന വിദ്യാർത്ഥികൾ, അവരുടെ വേഷങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ മതപഠന വിദ്യാർത്ഥികൾ ആ ചിത്രം കുത്തിക്കീറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവര് ആ ആറ്റുകാൽ മണക്കാട് ആ പ്രദേശം കേന്ദ്രീകരിച്ച് മുൻപും ഇത്തരത്തിലുള്ള ഒരു വിഭാഗക്കാരുടെ പ്രശ്നങ്ങളുള്ള മേഖലയാണല്ലോ. കാരണം പണ്ട് ISC പോയ നമ്മുടെ പെൺകുട്ടിയുടെ വീട് ആറ്റുകാൽ അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ എൻ്റെ അപ്പൂപ്പൻ അങ്ങനെയായിരുന്നു, അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന യാതൊരുവിധ ഹൈന്ദവ മൂല്യങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യം കൊടുക്കാത്ത ഇതൊക്കെ എന്താണ്, നമ്മളൊക്കെ പുരോഗമന നവോത്ഥാന അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ അവസാനം നമുക്ക് കാണാനായിട്ട് സാധിച്ചു അവരുടെ മകൾ ഒരു ദിവസം IS പോയി നിൽക്കുന്നു, പോരാളിയായി. അതേസമയം അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അത് ആ മതം സ്വീകരിച്ച് ആണ് അവർ പോയിരിക്കുന്നത്. പോയിട്ട് അള്ളാഹുവിന് വേണ്ടി എന്താണ് പോരാടാനായിട്ട് പോയിരിക്കുകയാണ്. അതെന്താണ് ഈ ആട് മേയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കഥ, അതറിയില്ല ശ്രീധരന്. അതായത് ഉദാഹരണത്തിന് അത് ഈ പണ്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ IS ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ അതിഭീകരമായിട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ജമാഅത്തയുടെ ചാനലായിട്ടുള്ള മീഡിയ വൺ എന്ത് കിട്ടിയാലും വെള്ളപൂശുന്ന ഒരു ചാനലാണല്ലോ. RSS ഒന്ന് മിണ്ടി കഴിഞ്ഞാൽ ഉടനെ പറയും ഡീപ് സ്റ്റേറ്റ് സംഘപരിവാർ ഭീകരത എന്നൊക്കെ പറയും. അതേസമയം കൺമുമ്പിൽ നടന്ന കാര്യമാണ്. ഇവിടെ നിന്ന് പെൺകുട്ടികളെ അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും വഴിയില്ല, അതൊക്കെ നമ്മുടെ പ്രവാചകൻ ആട് മേയ്ക്കാനായിട്ട് പോയ സ്ഥലങ്ങളായിരുന്നു. അതൊരു സന്യാസ ചര്യയാണ് എന്നാണ് അവർ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈ ശബരിമല അല്ലല്ല, അവിടെ പോയി മേയ്ക്കണം. കാരണം ഞങ്ങളുടെ ആൾ അവിടെയാണ് മേച്ച് നടന്നത്. അപ്പൊ അവിടെ പോയി മേച്ചാലേ ഞങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ ഒരു പുണ്യം കിട്ടത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ജെറുസലേമിൽ പോയി വാങ്ങിക്കുന്ന ബൈബിളും കേരളത്തിൽ കിട്ടുന്ന ബൈബിളും രണ്ടിനും രണ്ട്
പുണ്യമാണ്. അതുപോലെ അവിടെ പോയി നമ്മുടെ പ്രവാചകൻ നടന്ന വഴിയിൽ കൂടെ തന്നെ നടന്ന് ആട് മേയിച്ച് നമുക്ക് സലഫിസം ആ ജീവിത രീതിയിൽ ജീവിക്കണം. അതുകൊണ്ടാണ് പിന്നീട് ഈ യുക്തിവാദികളും ഇതൊക്കെ കളിയാക്കി തുടങ്ങിയത് ആട് മേയ്ക്കാൻ പോയല്ലേ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം നിമിഷ ഫാത്തിമ അടക്കം പോയ ഒരു ഇതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭാരതമാതാവിൻ്റെ ചിത്രം ഇവർ കീറിയത് വലിയ രീതിയിലുള്ള വിവാദമായിട്ട് മാറിയിരിക്കുകയാണ്. സംഭവം RSSകാർ കൊണ്ടുവച്ച ഫ്ലക്സാണ് ഇവർ കീറിയത്. അല്ല, ഫ്ലെക്സ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ. ഇപ്പൊ RSSകാരെന്ന് പറയുന്ന ഇവിടെയുള്ള ഇവർക്ക് അല്ലല്ല, ഇവര് വിദ്വേഷമുള്ള ആൾക്കാരായിക്കൊണ്ട് പോട്ടെ. ഇവര് നാളെ ഇപ്പോ ഒരു RSSകാര് ഇന്ത്യയുടെ ഒരു പതാക അവിടെ കെട്ടിയെന്ന് വെച്ചോ, ഇവരത് കത്തിക്കൂ? ഇവരത് കുത്തിക്കീറാനായിട്ട് നിൽക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. അപ്പൊ ചിലപ്പോൾ ഇതെല്ലാം തുടക്കങ്ങളാണല്ലോ. ചിലപ്പോൾ ഇതെല്ലാം തുടക്കങ്ങളാണ്. ശ്രീത്ത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്തായിരുന്നാലും ഇതിനെതിരെ പ്രതികരണമായിട്ട് PC ജോർജ് അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഭീകരവാദമാണ് എന്നാണ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. PC ജോർജ് അറിയാലോ, PC ജോർജ് പണ്ടേ വിവാദ നായകനാണ്. PC ജോർജാണ് ഈ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ ഈരാട്ടുപേട്ടയിൽ ബന്ധപ്പെട്ട് അതെ 100% SDPI ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം താമസിക്കുന്നത് ഈ SDPI കൂടിന്റെ നടുക്കാണ്. SDPIയുടെ താവളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തെ ഈസി ആയിട്ട് SDPI അവിടെ തോൽപ്പിച്ചില്ല. അതായത് അവരുടെ നിലപാടുകളോട് യോജിച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് SDPI അവരെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം രൂക്ഷ പ്രതികരണങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ മതപഠന കേന്ദ്രത്തിനകത്ത് പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഭീകരവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. മനസ്സിലല്ലേ? അപ്പോൾ നമ്മൾ ഈ മദ്രസ ബോർഡിന്റെ ഇനി മുതൽ സർക്കാർ ഫണ്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വാർത്ത പുറത്തു വന്നിട്ടുണ്ടല്ലോ, അറിയാലോ. മദ്രസകൾ അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ മുഴുവൻ ആ വാർത്ത കൊടുത്തത്. എന്നാൽ സത്യം അതല്ല. മദ്രസ ബോർഡുണ്ട്, ആ ബോർഡിന് ഇനി സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നോർത്തിലൊക്കെ ഈ വിദ്യാർത്ഥികൾ മദ്രസയിൽ പോയാണ് മതപഠനം നടത്തുന്നത്. മദ്രസയിൽ പോയി അവർ മതപഠനം നടത്തി കഴിഞ്ഞാൽ അവർ ഉന്നത വിദ്യാഭ്യാസം തേടുന്നില്ല. ആ ഉന്നത വിദ്യാഭ്യാസം തേടാത്തത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഈ സമുദായത്തിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടാതെ ഈ മദ്രസ വിദ്യാഭ്യാസം മാത്രം നേടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് അനുവദിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും പുരോഗതി ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ആ ബില്ല് കൊണ്ടുവന്നത്, സർക്കാർ അത് കൊണ്ടുവന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ പോലും കേരളത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് മദ്രസയ്ക്കകത്ത് പഠിപ്പിക്കുന്നത് സ്നേഹമാണ്, സാഹോദര്യമാണ്, സമചിത്തതയാണ്, എല്ലാവരെയും ഒരുപോലെ ഒരുപോലെ കാണാനായിട്ടാണ് പഠിപ്പിക്കുന്നതെന്നാണ്. പക്ഷെ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് സമൂഹത്തിന്റെ ഒരു മതസൗഹാർദ്ദം തന്നെ തകർക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രത്യേകിച്ച് ആ വിദ്യാർത്ഥികളുടെ വേഷം, അവർ മദ്രസയിൽ വരുന്ന അതേ വേഷത്തിലാണ് അവർ വന്നിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് ആ വിദ്യാർത്ഥികൾ മാപ്പ് പറയണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, വിദ്യാർത്ഥികൾ മാപ്പ് പറയണം. നിയമ നടപടി സ്വീകരിക്കുന്നതല്ലേ നല്ലത്? നിയമ നടപടി സ്വീകരിക്കണം, ഒന്നാമത്തെ കാര്യം. നിയമ നടപടി എന്നുള്ളതിലുപരി ഇത് ഞാൻ പറയട്ടെ, നിയമ നടപടി എന്നുള്ളതിലുപരി ആ വിദ്യാർത്ഥികൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അത് എൻ്റെ ഇഷ്ടമല്ല, അതങ്ങനെ ഇരുന്നു. അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്ന് ചിന്തിക്കാനാണ് ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ അവരുടെ സാമൂഹിക സാഹചര്യം, മദ്രസ പഠനം, ഇതെല്ലാം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരെങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവർക്കതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവണം എന്നില്ല സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ അത്രയും വലിയ വിദ്വേഷം മനസ്സിൽ പേറുന്ന ആൾക്കാരായിരിക്കണം. ഈ സക്കീർ നായിക്കിനെയൊക്കെ അറിയാമല്ലോ, അതുപോലെയൊക്കെ ആയിരിക്കണം. ഇത് ചെയ്തതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരെ കൊണ്ട് മാപ്പ് പറയിക്കുക, ബേസിക്കലി അതാണ് ചെയ്യാൻ പറ്റുന്നത്. അതേ ഭാരതാംബയുടെ ചിത്രം അവിടെ വെക്കുക, അത് അവരെ കൊണ്ട് തന്നെ വെപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, എങ്കിൽ അതിനവർ തയ്യാറാവുകയാണെങ്കിൽ ഒരു ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും തീരും. പക്ഷേ അവരതിന് തയ്യാറാവുന്നില്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സംഘടനകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ വിദ്യാർത്ഥികളാണ് അവരെന്തായാലും പുറത്തു നിന്നുള്ളവരായിരിക്കും, തിരുവനന്തപുരം ജില്ലക്കാരായിരിക്കും. തിരുവനന്തപുരത്തുള്ളവരാണോ അല്ലേ എന്നുള്ള വിവരങ്ങളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പൊതുവെ തിരുവനന്തപുരം ജില്ല ഒരു സമാധാനപരമായിട്ടുള്ള ഒരു മേഖലയാണ്. തിരുവനന്തപുരം ജില്ലയെ സമാധാനപരമെന്ന് പറയില്ല. ഇവിടെ ഗുണ്ടാ വിളയാട്ടത്തിൽ നിന്ന് ഒരു കുറവുമില്ലാത്ത ജില്ലയാണ്, അറിയാമല്ലോ. ഗുണ്ടകൾ കയ്യും കാലും വെട്ടി തോട്ടിൽ എറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതായത് ബൈക്കിൽ ഒരുത്തം പോകുമ്പം അവൻ്റെ കയ്യിലൊരു
വെട്ടിയെടുത്ത കയ്യോ കാലോ കാണും, അവ ആ പാർവതി പുത്തഞ്ഞാറിലോട്ട് എറിഞ്ഞിട്ടാവും പോകും. എത്ര എത്ര ആൾക്കാരെയാണ് ഈ ഗുണ്ടകൾ ഇവിടെ ആക്രമണം ചെയ്യുന്നത് അറിയാമോ? ശംഖുമുഖത്ത് നിന്ന് ഈയിടയ്ക്ക് ഒരു വീഡിയോ എന്തെന്ന് കണ്ടായിരുന്നു? ഒരു ഗുണ്ടയാണെങ്കിൽ വേറൊരു ഗുണ്ടയുടെ കാല് പിടിപ്പിക്കുന്ന വീഡിയോ. ഗുണ്ടാപ്പക ഏറ്റവും കൂടുതലുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമാധാനം എന്നൊന്നും പറയാം, വേണമെങ്കിൽ ഒരു മതസൗഹാർദ്ദം എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ഉദ്ദേശിച്ചത്. സമാധാനം ഒന്ന് ദേവി. പൊതുവെ കുറച്ച് ഗവൺമെന്റ് ജോലിക്കാരുടെ നമ്മളെ തിരുവനന്തപുരത്ത് കൂടുതലും അക്കാഡമിക് ബേസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, അക്കാഡമി എന്താണ് പഠനം അത് ഇതെന്നൊക്കെ ബേസ്, സർക്കാർ ജോലി എന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ അലഞ്ഞു തിരിയുന്ന ഒരു നഗരം തിരുവനന്തപുരമാണ്. അവര് വന്നാൽ പിന്നെ തിരിച്ചു പോകണം. ഇവിടെ തന്നെ അങ്ങനെയൊന്നുമില്ല. കൊച്ചി കണ്ടവരെ അച്ചി വേണ്ട എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൊച്ചിയിലോട്ട് പോയി കഴിഞ്ഞാൽ കച്ചവട മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് കൊച്ചി ഏറ്റവും ബെസ്റ്റ് നഗരമാണെന്ന് പറയുന്നത്. എല്ലാ ജില്ലകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ടല്ലോ. തിരുവനന്തപുരത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത. പിന്നെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് ഞാൻ കാണുന്നത്, നമുക്കിപ്പോൾ വരുമാനം ഒരു 5000 രൂപ മാസം ഉള്ളെന്ന് വെച്ചോ, ആ വരുമാനത്തിനനുസരിച്ച് നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു 10,000 ഉണ്ടെങ്കിൽ എങ്ങനെ, 50,000 ഉണ്ടെങ്കിൽ അങ്ങനെ, 1 ലക്ഷമാണ് വരുമാനമെങ്കിൽ അങ്ങനെയും ജീവിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള നഗരമാണ് തിരുവനന്തപുരം. അത് വേറെ ഒന്നിനും ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം.